ഫോർദോ ആണവ നിലയത്തിൽ നിന്ന് സമ്പുഷ്ട യുറേനിയം ഇറാൻ മാറ്റിയിട്ടില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആണവ നിലയത്തിന്റെ പരിസരത്ത് കണ്ടത് കോൺക്രീറ്റ് തൊഴിലാളികളെയാണ്. മാധ്യമങ്ങൾ കാര്യങ്ങൾ വളച്ചൊടിക്കുന്നുവെന്നും US ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പെന്റഗണിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. മധു കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞായറാഴ്ച പുലർച്ചെ ഇറാന്റെ ഫോർദോ ന്യൂക്ലിയർ പ്ലാന്റ് അമേരിക്കയുടെ ബോംബർ വിമാനങ്ങൾ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് തകർത്തു എന്നുള്ള വിവാദം കത്തിപ്പടരവേ ഡൊണാൾഡ് ട്രംപ് ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അവിടെ നിന്ന് സമ്പുഷ്ട യുറേനിയം ഇറാൻ അതിനു മുമ്പ് തന്നെ കടത്തി എന്നുള്ളതിനുള്ള മറുപടിയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നൽകുന്നത്. അവിടെ നിന്ന് സമ്പുഷ്ട യുറേനിയം കടത്തുക വളരെ ശ്രമകരമാണെന്നും അതിന് വലിയ ഭാരമാണെന്നും തന്നെയുമല്ല വളരെ അപകടകരമാണെന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. തന്നെയുമല്ല അവിടെ കണ്ട കോൺക്രീറ്റ് നിർമ്മാണ തൊഴിലാളികളാണ് ഈ ഒരു ആക്രമണം മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ പ്രതിരോധിക്കുവാനുള്ള ശ്രമങ്ങളായിരുന്നു അവർ നടത്തിയതെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പെന്റഗണിലെ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തും അതുപോലെ ജോയിന്റ് ചീഫ് ഓഫ് കമ്മീഷണർ ഡാൻ കെയ്നും കൂടുതൽ വിവരങ്ങൾ പറയുകയുണ്ടായി. ഇപ്പോൾ വന്നിരിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയാണെന്ന് പീറ്റ് ഹെഗ്സെത്ത് മാധ്യമങ്ങളെ വിമർശിക്കുകയുണ്ടായി. അതുപോലെ ജോയിന്റ് ചീഫ് ഓഫ് കമ്മീഷണർ ഡാൻ കെയ്ൻ പറയുന്നത് ഇത്തരമൊരു ഓപ്പറേഷൻ വിലയിരുത്തുവാൻ തന്നെ ഏറെ സമയമെടുക്കും. എല്ലാ കാര്യങ്ങളും സൈന്യം പ്ലാൻ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് നടന്നിരിക്കുന്നത്. സൈന്യം ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കൃത്യമായ അളവിൽ അവർ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ആ ബോംബുകൾ അവിടെ വർഷിക്കാൻ സാധിച്ചു. ഇന്റലിജൻസ് റിപ്പോർട്ടുകളും ഡീറ്റെയിൽസും ഒക്കെ എടുക്കുന്നത് സൈന്യത്തിന്റെ ഭാഗമായിട്ട് വരുന്നതല്ല, അത് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. തന്നെയുമല്ല ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെ സൈന്യം തുടച്ചു നീക്കുക തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കാറില്ല, ശത്രുവിനെ പരാജയപ്പെടുത്തി എന്നുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം വാക്കുകൾ സൈന്യത്തിൻ്റെതല്ല എന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന വിവാദങ്ങൾ തള്ളിക്കളയുകയായിരുന്നു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.